കുഞ്ഞികൃഷ്ണ, നിന്റെ വേണുഗാനത്തിനെ പറ്റിയിട്ട് സജ്ജനങ്ങൾ പറയണത് കേൾക്കുമ്പോഴേ ആ ഒരു നിമിഷം ഈ അമ്മയ്ക്കും അതൊന്ന് കേൾക്കാൻ വേണ്ട, അതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലായിരിക്കും. 2 തവണ നീ ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയില്ലോ, രാധക്കുട്ടി നീയും കൂടിയിട്ട്. എന്നിട്ട് ഭാണ്ഡീരവനത്തിന് ആ വൃക്ഷത്തിൽ ചെവിട ഓർക്കാൻ പറഞ്ഞില്ലേ? എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട് നിൻ്റെ വേണുഗാനം കേട്ടതിനെ പറ്റിയിട്ട്. അവിടെ പലരും കണ്ണീരൊഴുക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അമ്മയ്ക്ക് അതിനൊന്നുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് നീ എന്നെ ഒരു കള്ളക്കുറുമ്പൻ്റെ വേഷത്തിൽ വന്നിട്ട് എന്നെ പറ്റിച്ചില്ലേ? പറ്റിച്ചില്ലേ? എന്നോട് പറഞ്ഞില്ലേ ദേ കേൾക്കാം എന്നും പറഞ്ഞ് അവിടെ വന്നിട്ട് എന്താ ചെയ്തേ? ആ മരത്തിൻ്റെ അപ്പുറത്ത് കൊമ്പത്തിരുന്നിട്ട് ഓരോരോ കുറുമ്പുകൾ കാട്ടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിൻ്റെ ഇഷ്ടം. അതിനൊന്നുള്ള ഭാഗ്യം ഉണ്ടാവില്ല. എങ്കിലും അന്ന് വൃന്ദാവനത്തിൽ പല പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് വേണു വായിച്ചപ്പോൾ അത് കേട്ട് അനുഭവിച്ചവരുടെ കഥ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒരു മോഹം. അത് ഞാൻ പറഞ്ഞു തരാം അമ്മേ. രാധക്കുട്ടിയാണ് കേട്ടോ. നന്നായി കുട്ടി. ആ സന്ദർഭം പറയാൻ, അനുഭവമാക്കി തരാൻ നിന്നേർത്തോളം വേറൊരാളില്ല. സന്തോഷമായി, പറഞ്ഞോളൂ. നമുക്ക് ഈ യമുനാമയ്യയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാം. കണ്ണനും ഇവിടെ ഇരിക്കൂ. 2 പേരും എൻ്റെ അടുത്തിരുന്നു. രാധക്കുട്ടി പറഞ്ഞു തുടങ്ങി. പറഞ്ഞോളൂ രാധേ, വല്ലതും വിട്ടു പോകണുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കണ്ണൻ്റെ ഈ വർത്താനം കേട്ട രാധക്കുട്ടി ഞാനും ഒരുപോലെ ചിരിച്ചു. അമ്മേ, കണ്ണൻ കാട്ടിലേക്ക് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ അത് കാണാൻ വ്രജവാസികളെല്ലാം ഉണ്ടാവും മുറ്റത്ത്. ഗോപബാലന്മാരും പശുക്കളും ഏട്ടനും കൂടി കാലത്ത് തന്നെ പോവും. അമ്മേ, ഇതെല്ലാം ഇവർ തിരിച്ചു വന്ന് പറയണ വിശേഷങ്ങളാണ് കേട്ടോ. പശുക്കുട്ടികളെയും മേയാൻ വിടും. ഗോപാലന്മാർ രാമേട്ടനെയും കണ്ണനെയും പുഷ്പങ്ങളാൽ അലങ്കരിക്കും. യമുനാതീരത്ത് പടർന്ന് പന്തലിച്ചതായ വൃക്ഷച്ചുവട്ടിൽ കണ്ണനെ ഇരുത്തും. അപ്പോഴേക്കും ഗോക്കളെല്ലാം പുല്ല് തിന്ന് അകലേക്ക് പോയിട്ടുണ്ടാവും. കണ്ണൻ തൻ്റെ വേണുവിനെ ചുണ്ടോട് ചേർത്ത് മധുരമായി ആ പുല്ലാങ്കുഴൽ വായിക്കും. അത് കാണാൻ തന്നെ എന്തൊരാനന്ദമാണെന്നോ. പൊൻചിലമ്പിട്ട കാലുകൾ പിണച്ച് വെച്ച് വേണുവിനെ 2 കൈകൊണ്ടും പിടിച്ച് തല അല്പം ചെരിച്ച് മിഴികൾ പാതി അടച്ച് മന്ദഹാസത്തോടുകൂടി നിന്ന് പ്രപഞ്ചത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുമാറ് വേണുഗാനത്തെ പൊഴിക്കും. ഇത് കേൾക്കുമ്പോഴേക്കും പാതി തിന്ന പുല്ലുമായിട്ട് ഗോക്കൾ സ്വയം മറന്ന് കണ്ണൻ്റെ അരികിലേക്ക് ഓടി വരും. പശുക്കുട്ടികൾ വായിൽ നിറച്ച പാൽ ഇറക്കാൻ മറന്നുകൊണ്ട് നിൽക്കും. മയിലുകൾ പീലി വിരിച്ച് നൃത്തം ചെയ്യും. കുയിലുകൾ ഏറ്റുപാടും. ചപലന്മാരായ കുരങ്ങന്മാർ അനങ്ങാതെ ഇരിക്കും. വൃക്ഷലതാദികൾ യമുനയിൽ തട്ടിയിട്ടുള്ള തണുത്ത മന്ദമാരുതൻ്റെ സഹായത്തോടെ അന്തരീക്ഷം മുഴുവൻ സുഗന്ധത്തെ പൊഴിക്കും. ആ സുഗന്ധം കൃഷ്ണനിൽ തട്ടി വൃന്ദാവനം മുഴുവൻ ഒഴുകി നടക്കും. സ്വയം മറന്ന് ആനന്ദത്തിലാവുന്ന നിമിഷത്തെ അനുഭവിക്കാൻ ബ്രഹ്മാവും മഹാദേവനും മഹാലക്ഷ്മിയും മറ്റു ദേവന്മാരോടൊത്ത് വൃന്ദാവനത്തിലെത്തും. മുജ്ജന്മങ്ങളിലെ തപസ്സിൻ്റെ ഫലമായി ഋഷീശ്വരന്മാരാണത്രേ വൃന്ദാവനത്തിലെ പക്ഷിമൃഗാദികളായും വൃക്ഷലതാദികളായും ജന്മമെടുത്തിട്ടുള്ളത്. വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരി പോലും അങ്ങനെയാണ്. ഓരോരുത്തരോടും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരുന്നു, ദ്വാപരയുഗത്തിലെ ഭൂമിയിൽ കൃഷ്ണനായിട്ട് ഞാൻ അവതരിക്കും. അന്ന് നിങ്ങൾക്കും അവിടെ ഉണ്ടാവാൻ സാധിക്കും. നമുക്ക് കുറച്ചു കാലം അവിടെ സന്തോഷമായിട്ട് കഴിയാം കേട്ടോ. അങ്ങനെ ജന്മമെടുത്തവരാണ് വൃന്ദാവനത്തിലുള്ളവരെല്ലാവരും. യമുനയ്ക്ക് തന്നെ എത്ര കാലത്തെ തപസ്സിൻ്റെ ഫലമായാണ് കണ്ണനെ ഒന്ന് കാണാനും അനുഭവിക്കാനും സാധിച്ചത്. കണ്ണനെ കിട്ടണമെങ്കിൽ കണ്ണൻ എൻ്റേതാണ് എന്നല്ല, ഞാൻ കണ്ണൻ്റെയാണ് എന്ന് വിശ്വസിച്ചാൽ മതിയമ്മേ. ആ ഒരു ശരണാഗതിയെ പ്രേമത്തോടെ കണ്ണനെ വിളിച്ചാൽ മതി. ഒരിക്കൽ കണ്ണൻ ഏതൊരാളുടെയും കൈ ഒന്ന് മുറുക്ക പിടിച്ച് ചേർത്ത് നിർത്തിയാൽ പിന്നെ ആ പിടി വിടില്ല. അപ്പോൾ കുട്ടി നീയോ? അമ്മേ, ഞാനെങ്ങനെ വിടും? കണ്ണനും രാധയും ഒന്നല്ലേ? ഇതേ സമയം യമുന പതിയെ എൻ്റെ പാദങ്ങളെ തഴുകി
അമ്മേ ഞാനും ഉണ്ടട്ടോ കൂടെ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട്. അപ്പോഴും എൻ്റെ കണ്ണൻ തൻ്റെ മുരളിയെ ചുംബിച്ചുകൊണ്ട് വേണുഗാനത്തിനെ പൊഴിക്കുമായിരുന്നു. ഇടയ്ക്ക് തിരിഞ്ഞ് ഒന്ന് ചിരിച്ചു, സ്വതസിദ്ധമായ കള്ളച്ചിരി. കണ്ണാ, ഇത് അമ്മയ്ക്ക് വേണ്ടിയാണോ? എൻ്റെ അല്ല, നമ്മുടെ അമ്മയല്ലേ. മതി, ഇത്രയും കേട്ടാൽ മതി. എല്ലാവർക്കും ആ ഒരു വേണുഗാനത്തിനെ കേൾക്കാൻ സാധിക്കട്ടെ. സാധിക്കും, ഓരോരുത്തർക്കും സാധിക്കും. ഇനിയെങ്കിലും രാധാറാണി വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എത്ര തവണ കൊണ്ടുപോകുന്നു എന്നല്ല, ഒരുപക്ഷെ ഈ ജന്മത്തിലല്ലായിരിക്കാം, ഇനിയും എത്രയെത്രയോ ജന്മങ്ങളിൽ എന്നായാലും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മാത്രയെങ്കിലും ആ വേണുഗാനത്തിനെ ഒന്ന് കേൾപ്പിച്ച് തരാൻ, അതൊന്ന് കേട്ട് ആനന്ദിക്കാൻ ഈ ഉള്ളവൾക്കും ആ ഒരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന് രാധാറാണിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കണം. രാധേ രാധേ.